കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബയോസവാർട്ട് ലോ എന്താണെന്ന് വിശദമായി പഠിച്ചിരുന്നു. ഇന്ന് നമുക്ക് ബയോസവാർട്ട് ലോയുടെ ആപ്ലിക്കേഷനെ കുറിച്ച് നോക്കാം. മാഗ്നറ്റിക് ഫീൽഡ് ഓൺ ദ ആക്സിസ് ഓഫ് എ സർക്കുലർ കറന്റ് ലൂപ്പ്. ഇവിടെ നമ്മൾ ഒരു സർക്കുലർ കോയിൽ ഓഫ് വയർ കൺസിഡർ ചെയ്യുകയാണ്. കറണ്ട് കടന്നു പോകുന്ന ഒരു വയറിൻ്റെ സർക്കുലർ ഷേപ്പിലുള്ള ഒരു കോയിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതിൻ്റെ റേഡിയസ് എ ആണ്, സ്മോൾ എ റേഡിയസ്. അതിലൂടെ കടന്നു പോകുന്ന കറണ്ട് ഐയുമാണ്. Let P be a point on the axis of the coil at a distance x from the center of കോയിലിൻ്റെ സെൻറ്റർ O ആണ്. ആ സെൻറ്ററിൽ നിന്ന് കോയിലിൻ്റെ ആക്സിസിൽ എക്സ് ഡിസ്റ്റൻസ് അകലെയുള്ള ഒരു പോയിൻ്റാണ് P. കൺസിഡർ എ സ്മോൾ എലമെൻറ്റ് dl ഓഫ് ദ ലൂപ്പ് ക്യാരിയിങ് കറണ്ട് കടന്നു പോകുന്ന ആ സർക്കുലർ ലൂപ്പിൻ്റെ dl എന്ന ഒരു ചെറിയ എലമെൻറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. It is at a distance r from the point P. P എന്ന പോയിന്റിൽ നിന്ന് r ഡിസ്റ്റൻസ് അകലെയാണ് ഈ എലമെൻറ്റ് dl സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ഫിഗറിലേക്ക് പോകാം. നമ്മൾ കൺസിഡർ ചെയ്യുന്ന സർക്കുലർ കോയിലാണ് ഈ കാണിച്ചിരിക്കുന്നത്. സർക്കുലർ കോയിൽ, ആ സർക്കുലർ കോയിലിൻ്റെ റേഡിയസ് ആണ് എ എന്നിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. സർക്കുലർ കോയിലിൻ്റെ റേഡിയസ് എ ആണ്, അതിൻ്റെ സെൻറ്റർ O ആണ്. ഇനി കോയിലിലൂടെ കടന്നു പോകുന്ന കറണ്ട് I ആണ്. ഈ കോയിലിൻ്റെ ഒരു സ്മോൾ ലെങ്ത് dl എന്ന് പറയുന്ന ഒരു സ്മോൾ ലെങ്ത് ആണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. എ എന്നും ബി എന്നും പറയുന്ന രണ്ട് പോയിന്റ് dl എന്ന ലെങ്ത് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നു. ഇനി ഈ dl എന്ന് പറയുന്ന എലമെൻറ്റിൽ നിന്ന് r ഡിസ്റ്റൻസ് അകലെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റ്. dl നിന്ന് r ഡിസ്റ്റൻസ് അകലെയാണ് നമ്മുടെ പോയിന്റ് P. അതുപോലെ തന്നെ സെൻറ്ററിൽ നിന്ന്, സർക്കുലർ കോയിലിൻ്റെ സെൻറ്ററിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസ് അകലെയാണ് P. ഇനി ഇവിടെ നമ്മൾ ഈ പോയിന്റിൽ P എന്ന് പറയുന്ന പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. P എന്ന പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. According to Biot-Savart law അനുസരിച്ച് the magnetic field at P due to the current carrying element dl എന്ന് പറയുന്ന സ്മോൾ എലമെൻറ്റ്, അതിലൂടെ ഉണ്ടാകുന്ന കറണ്ട് ഫ്ലോ മൂലം പിയിൽ അനുഭവപ്പെടുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. അക്കോർഡിംഗ് ടു Biot-Savart law, the magnetic field at P എന്ന പോയിന്റിൽ അനുഭവപ്പെടുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്തുമൂലം? ഡ്യൂ ടു ദ കറണ്ട് ക്യാരിയിങ് എലമെൻറ്റ് dl. കോയിലിൻ്റെ dl എന്ന് പറയുന്ന സ്മോൾ കറണ്ട് ക്യാരിയിങ് എലമെൻറ്റ് മൂലം അനുഭവപ്പെടുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കാണാനുള്ള ഇക്വേഷൻ നമുക്ക് പഠിച്ചായിരുന്നു. Biot-Savart law അനുസരിച്ച് dV = μ0/4π × IdL sin θ / r² നമ്മൾ പഠിച്ചിട്ടുണ്ട്. dV = μ0/4π × IdL sin θ / r². ഇനി നമ്മുടെ ഫിഗറിൻ്റെ അകത്ത് നോക്കാം. dB = μ0/4π × IdL sin 90 ഡിഗ്രി. ഇവിടെ θ എന്ന് പറയുന്ന ആംഗിൾ 90 ഡിഗ്രിയാണ്, ഡിവൈഡഡ് ബൈ r² നമുക്ക് ലഭിക്കും. dV = μ0/4π × IdL sin 90 degree divided by r². Here theta = 90 degree. sin 90 degree എന്ന് പറയുന്നത് 1 ആണ്. അതുകൊണ്ട് നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ മാറും. dV = μ0/4π × IdL divided by r². ഇനി dVയുടെ ഡയറക്ഷനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ PQ എന്ന് പറയുന്ന ഡയറക്ഷനിലാണ് dV ആക്ട് ചെയ്യുന്നത്. നോക്കുക, ഇവിടെ നമ്മൾ പറഞ്ഞു ഈ ഇവിടെ അനുഭവപ്പെടുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി P ആണ്. ഇതിൻ്റെ ഡയറക്ഷൻ PQ എന്ന് പറയുന്ന ഈ ഡയറക്ഷനിലായിരിക്കും. ഇനി കൺസിഡർ ഓപ്പോസിറ്റ് എലമെൻറ്റ് dl at P. ഇപ്പോൾ നമ്മൾ എ എന്ന് പറയുന്ന ഇവിടെ പോയിന്റ് ഉണ്ടായിരുന്നു. എ എന്ന് പറയുന്ന പോയിന്റിലെ ഉള്ള dl എന്ന് പറയുന്ന എലമെൻറ്റ് മൂലം അനുഭവപ്പെടുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ് കണ്ടുപിടിച്ചത്. ഇനി നേരെ ഓപ്പോസിറ്റ് എൻഡിലുള്ള B എന്ന് പറയുന്ന മറ്റൊരു പോയിന്റ്, ഈ പോയിന്റുകൾ dl എന്ന് പറയുന്ന എലമെൻറ്റ്, കറണ്ട് ക്യാരിയിങ് എലമെൻറ്റ് മൂലം പിയിൽ അനുഭവപ്പെടുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കണം. രണ്ട് പോയിന്റുകളാണുള്ളത്. ഇവിടെ എ എന്ന് പറയുന്ന ഒരു പോയിന്റ്, അവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി, ഈ ഇതിലെ കറണ്ട് കടന്നു പോകുമ്പോഴുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി പിയിലേത് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. അതുപോലെ തന്നെ dl എന്ന് പറയുന്ന ഓപ്പോസിറ്റ്, ഇവിടെ B എന്ന് പറയുന്ന മറ്റൊരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഈ പോയിന്റിലെ
ഡി എൽ മൂലവും പിയിൽ അനുഭവപ്പെടുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കണം. ഇത് കണ്ടുപിടിക്കുമ്പോഴും നമുക്ക് തൊട്ട് മുമ്പ് കിട്ടിയ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ വാല്യൂ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. നമുക്ക് കിട്ടിയ ഇക്വേഷൻ എന്തായിരുന്നു? ഡി ബി ഈസ് ഈക്വൽ ടു മ്യൂ 0 / 4π ഇൻറ്റു ഐ ഡി എൽ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. സൈൻ തീറ്റയുടെ വാല്യൂ 90 ഡിഗ്രിയിൽ നിന്ന് മാറും, അപ്പോൾ അത് 1 ആയിട്ട് മാറും. ഡി ബി ഈസ് ഈക്വൽ ടു മ്യൂ 0 / 4π ഇൻറ്റു ഐ ഡി എൽ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ഇവിടെ ഡയറക്ഷൻ മാത്രം വ്യത്യാസം വരും. മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, പക്ഷേ ഡയറക്ഷൻ ടി എസിൻ്റെ ഡയറക്ഷൻ ആയിരിക്കും, ഈ ഡയറക്ഷനിലായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. അപ്പം എ എന്ന് പറയുന്ന പോയിന്റിലെ മാഗ്നറ്റിക് ഇലമെന്റ് മൂലം ഉള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി പി ക്യൂവിൻ്റെ ഡയറക്ഷനിലായിരുന്നു. എന്നാൽ ഇവിടെയുള്ള ബി എന്ന പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി, കറണ്ട് കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, പക്ഷേ അതിൻ്റെ ഡയറക്ഷൻ വ്യത്യസ്തമാണ്. അതായത് പി എസ് എന്ന് പറയുന്ന ഡയറക്ഷനിലാണ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡയറക്ഷൻ. അങ്ങനെയെങ്കിൽ ദ ഫീൽഡ് ഡി ബി മേ ബി റിസോൾവ് ഇൻ ടു 2 കമ്പോണൻസ്. ഈ പി എന്ന് പറയുന്ന പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയെ നമുക്ക് 2 കമ്പോണൻസ് ആയിട്ട് നമ്മൾ റിസോൾവ് ചെയ്യാൻ പറ്റും. ഡി ബി സൈൻ ഫൈ എന്ന് പറയുന്നു. ഇവിടെ നമുക്ക് ആംഗിൾ ഫൈ ആണ് ഇവിടെ തന്നിരിക്കുന്നത്, അപ്പോൾ ഈ ആംഗിൾ ഫൈ ആണ്. അതുകൊണ്ട് ഇവിടെയുള്ള സൈൻ ഫൈ എന്നും അതുപോലെ തന്നെ കോസ് ഫൈ എന്നും പറയുന്ന 2 കമ്പോണൻസ് ആയിട്ട് റിസോൾവ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇത് ഡി ബി സൈൻ ഫൈ ആണ്, ഇത് ഡി ബി കോസ് ഫൈ ആണ്. ഇനി നോക്കുക അടുത്തത് ഈ പോയിന്റിലുള്ളതിന്. ഇതിനെ വീണ്ടും നമുക്ക് 2 കമ്പോണൻസ് ആണ്. ഇവിടെ ഡി ബി സൈൻ ഫൈ എന്ന് പറയുന്ന ഒരു കമ്പോണന്റ് വീണ്ടും വരുന്നുണ്ട്, ഡി ബി സൈൻ ഫൈ എന്ന് പറയുന്ന കമ്പോണന്റ് ഉണ്ട്. ഇവിടെ ഈ ഡയറക്ഷനിലേക്ക് ഒരു ഡി ബി കോസ് ഫൈ എന്ന് പറയുന്ന ഒരു കമ്പോണന്റ് ഉണ്ട്. ഈ ഫിഗറിൻ്റെ അത് മാർക്ക് ചെയ്തിട്ടില്ല. ഇത് ഡി ബി കോസ് ഫൈ എന്ന് പറയുന്ന കമ്പോണന്റ് ആണ്. അപ്പം ഡി ബി കോസ് ഫൈ ഇവിടെ നിന്ന് മുകളിലേക്കും ഉണ്ട്, ഇവിടെ താഴേക്ക് ഒരു ഡി ബി കോസ് ഫൈ ഉണ്ട്. അതുപോലെ തന്നെ ഡി ബി സൈൻ ഫൈ, ഇവിടെ 2 കമ്പോണൻസ് ഉണ്ട്. അപ്പം ഇവിടെ ഡി ബി സൈൻ ഫൈ എന്ന് പറയുന്ന ഒരു കമ്പോണന്റ്, ഇവിടെ ഇങ്ങനെ ഒരു കമ്പോണന്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്ത് പി എസ് എന്ന് പറയുന്നതിനെ റിസോൾവ് ചെയ്യുമ്പോഴും ഉണ്ടാകുന്നുണ്ട്. അതായത് നമ്മൾ പി ക്യൂ എന്ന് പറയുന്നതിനെ റിസോൾവ് ചെയ്യുമ്പോൾ ഡി ബി സൈൻ ഫൈ ഉണ്ട്, ഇവിടെ ഒരു ഡി ബി കോസ് ഫൈ ഉണ്ട്. അതുപോലെ തന്നെ പി എസിനെ നമ്മൾ പി എസ് എന്ന് പറയുന്ന ഈ വെക്ടറിനെ റിസോൾവ് ചെയ്യുമ്പോഴും ഒരു ഡി ബി സൈൻ ഫൈ ഇവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഡി ബി കോസ് ഫൈ, ഇത് നിങ്ങൾ ഫിഗറിൻ്റെ അത് മാർക്ക് ചെയ്യണം. ഇവിടെ ഡി ബി കോസ് ഫൈ എന്ന് പറയുന്ന ഒരു കമ്പോണന്റ്. ഇനി ഇവിടെ നോക്കുക, ദ കോസ് കോമ്പോണൻസ് ആർ ആക്ടിങ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഇവിടെ ഡി ബി കോസ് ഫൈയുടെ ഒരു ഡയറക്ഷൻ ഇതാണ്, അതുപോലെ തന്നെ ഡി ബി കോസ് ഫൈ താഴേക്കും ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അത് തമ്മിൽ ക്യാൻസൽ ആയി പോകും. മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഡയറക്ഷൻ മാത്രം ഇവിടെ ഓപ്പോസിറ്റ് ആയതിനാൽ ദ കോസ് കമ്പോണൻസ് ആർ ആക്ടിങ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആൻഡ് ഇൻ ഈക്വൽ മാഗ്നിറ്റ്യൂഡ്സ് ക്യാൻസൽ ഈച്ച്. കോസ് കമ്പോണൻസ് ഇവിടെ ക്യാൻസൽ ആയി പോകും. പിന്നെ ഇക്വേഷൻ്റെ അകത്ത് ആകെ ഉള്ളത് സൈൻ കമ്പോണൻസ്, ഡി ബിയുടെ സൈൻ കമ്പോണൻസ് മാത്രമാണ് ഉള്ളത്. then the equation contains only the sine components of dB. dBയുടെ സൈൻ കമ്പോണൻസ് മാത്രമേ പിന്നീട് ഇക്വേഷൻ്റെ അകത്ത് ഉണ്ടാകുള്ളൂ. therefore the total magnetic field intensity at P due to the all coil, നമുക്ക് കറണ്ട് കടന്നു പോകുന്ന ഒരു സ്മോൾ എലമെന്റ് ഡി എൽ എന്ന് പറയുന്ന ഒരു സ്മോൾ എലമെന്റ് മൂലമുള്ളതാണ് നമുക്ക് ഇവിടെ കിട്ടിയിരുന്നത്. ഡി ബി ഈസ് ഈക്വൽ ടു ഐ മ്യൂ 0 ഡിവൈഡ് ബൈ 4π ഇൻറ്റു ഐ ഡി എൽ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ നമുക്ക് ലഭിച്ചിരുന്നത്. ഇവിടെ നോക്കുക, ഡി ബി എന്ന് പറയുന്ന ആ എലമെന്റ് വീണ്ടും നമ്മൾ ഇതിലേക്ക് പോവുകയാണ്. ഈ സ്മോൾ എലമെന്റ് അല്ല, ഡി എൽ എന്ന് പറയുന്ന സ്മോൾ ലെങ്ത് മൂലമുള്ള നമുക്ക് ഡി ബി സൈൻ ഫൈ എന്ന് പറഞ്ഞ് നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ മുഴുവൻ കോയിൽ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. ഓൾ കോയിലിലൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. അപ്പോൾ സ്മോൾ എലമെന്റ് മൂലം ഉണ്ടാകുന്നത് ഡി ബി ആണെങ്കിൽ ഓൾ കോയിൽ മൂലം ഉണ്ടാകുന്നതിന് നമുക്ക് ബി എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണ്, ഡി ബിയിൽ നമുക്ക് ലഭിച്ച മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് മുഴുവൻ കോയിലിലൂടെ ഉണ്ടാകുന്ന കറണ്ട് ഫ്ലോ മൂലമുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ബി എന്ന് എഴുതാം. ബി ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഡി ബി സൈൻ ഫൈ ആയിരിക്കും. അപ്പം ഡി ബി സൈൻ ഫൈയെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് ലഭിക്കും. അപ്പം ഡി ബി സൈൻ ഫൈ ഈക്വൽ ടു നമുക്കിങ്ങനെ എഴുതാം, ഇൻ്റഗ്രൽ ഓഫ് മ്യൂ 0 ഡിവൈഡ് ബൈ 4π ഇൻറ്റു ഐ ഡി എൽ സൈൻ ഫൈ ഡിവൈഡ് ബൈ ആർ സ്ക്വയർ. മ്യൂ 0 ഡിവൈഡ് ബൈ 4π ഇൻറ്റു ഐ ഡി എൽ സൈൻ ഫൈ ഡിവൈഡ് ബൈ ആർ സ്ക്വയർ. ഇനി നമ്മളിവിടെ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുവാണ്. നോക്കുക, ഈ ട്രയാങ്കിൾ നോക്കുക. ഈ ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എ എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. എ എന്ന് പറയുന്ന ആദ്യത്തെ ഫിഗറിൻ്റെ അകത്ത് എ എന്ന് പറയുന്ന ഒരു പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ഈ ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുക. ട്രയാങ്കിൾ നമ്മൾ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. നോക്കി ഇങ്ങനെ കിട്ടും OAP ട്രയാങ്കിൾ. ഇതാക്കുക OAP എന്ന് പറയുന്ന ട്രയാങ്കിളിലെ സൈൻ ഫൈ ഇസ് ഈക്വൽ ടു A/R നമുക്ക് ലഭിക്കും. സൈൻ ഫൈ ഇസ് ഈക്വൽ ടു A/R. സൈൻ ഫൈ ഇസ് ഈക്വൽ ടു A/R. അങ്ങനെയെങ്കിൽ നമുക്ക് ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി B is equal to μ0 divided by 4 pi into IA divided by R cube into integral L എന്ന് നമുക്ക് ലഭിക്കും. ഇവിടെ നമുക്ക് സൈൻ ഫൈ എന്നുള്ളതിന് പകരം നമുക്ക് A divided by R square, ഇവിടെ സൈൻ ഫൈ എന്ന് പറയുന്ന ഈ ടേമിന് പകരമായിട്ട് നമ്മൾ A divided by R square, A divided by R, ഇവിടെ ഒരു R square ഉണ്ടായിരുന്നു, ആ ആറും ഇവിടുത്തെ ആറും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് R ക്യൂബ് എന്ന് ലഭിക്കും. ഇനി നോക്കുക, ഇവിടെ ബാക്കിയെല്ലാം കോൺസ്റ്റന്റ് ആണ്. ഇത് A എന്ന് പറയുന്നത് സർക്കുലർ കോയിലിന്റെ റേഡിയസ് ആണ്. R എന്ന് പറയുന്നത് P എന്ന് പറയുന്ന പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്, അത് കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റ് കറണ്ട് ആണ് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് ഐയുടെ വാല്യൂ കോൺസ്റ്റന്റ് ആണ്. μ0 divided by 4 pi എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. ഇവിടെ വേരി ചെയ്യാവുന്ന ഒരേ ഒരു ടേം എന്ന് പറയുന്നത് എലമെന്റിന്റെ ലെങ്ത് ആണ് ഇവിടെ വേരിയബിൾ ആയിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നോക്കാം, സർക്കിളിന്റെ പെരിമീറ്റർ ആണ് ഇന്റഗ്രൽ DL എന്ന് പറയുന്നത്. പെരിമീറ്റർ ഓഫ് ദ സർക്കുലർ കോയിൽ അല്ലെങ്കിൽ പെരിമീറ്റർ ഓഫ് ദ ലൂപ്പ്. ഇപ്പോൾ ഒരു സർക്കുലർ കോയിലിന്റെ അല്ലെങ്കിൽ സർക്കിളിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 2πa ആണ്. A എന്ന് പറയുന്നതിന്റെ റേഡിയസ് ആണെങ്കിൽ അതിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 2πa ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇന്റഗ്രൽ DL എന്നുള്ള ഈ ടേമിന് പകരമായിട്ട് 2πa നമുക്ക് എഴുതാൻ പറ്റും. μ0 divided by 4 pi into IA divided by R cube into 2πa. ഇന്റഗ്രൽ DL ന് പകരം 2πa നമുക്ക് എഴുതാം. Therefore B is equal to μ0 divided by 2 into IA square divided by R cube. A into A, ഇവിടെ ഒരു A സ്ക്വയർ വരുന്നു. അതുപോലെ തന്നെ നമുക്ക് 2, ഇവിടെ 2 ഉണ്ടായിരുന്നു, താഴെയുള്ള 4 ഇത് തമ്മിൽ ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് μ0 divided by 2 എന്ന് കിട്ടും. അതുപോലെ പൈയും ക്യാൻസൽ ആയി പോകും. μ0 divided by 2 into IA square, A into A divided by R cube നമുക്ക് ലഭിക്കും. ഇക്വേഷൻ ഒന്നുകൂടെ എഴുതി നോക്കണം. ക്യാൻസൽ ചെയ്യാനുള്ള ടേമുകൾ ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി B is equal to μ0 divided by 2 into IA square divided by R cube എന്ന് ലഭിക്കും. ഇനി ട്രയാങ്കിൾ OAPക്കകത്ത് R square is equal to X square plus A square എന്ന് പറയുന്ന റിലേഷൻ നമ്മൾ അപ്ലൈ ചെയ്യുകയാണ്. ട്രയാങ്കിൾ OAPയിൽ R square is equal to X square plus A square, ഇത് മാത്തമാറ്റിക്കൽ റിലേഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. R is equal to, അങ്ങനെയെങ്കിൽ നമുക്ക് X square plus A square എന്നുള്ളതിൻ്റെ റൂട്ട് എടുക്കണം. R square എന്ന് പറയുന്നത് X square plus A square ആണെങ്കിൽ R is equal to root of X square plus A square ആയിരിക്കും. അതായത് X square plus A square all raised to 1/2. റൂട്ടിന് പകരം നമുക്ക് ഇവിടെ 1/2 എന്ന് എഴുതാം. Therefore R cube is equal to, R cube കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി, ഇപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്ന ഈ ക്വാണ്ടിറ്റി X square plus A square all raised to 1/2 into 3 എന്നും കൂടെ raised to, അല്ലേ, നമുക്കിവിടെ പവറാണ്. അപ്പോൾ 1/2 into 3 എന്ന് വരും. 1/2 into 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3/2 ആണ്. അപ്പം R എന്ന് പറയുന്നത് X square plus A square all raised to 1/2 ആണെങ്കിൽ R cube എന്ന് പറയുന്നത് X square plus A square all raised to 3/2 ആയിരിക്കും. X square plus A square all raised to 3/2 ആണ്. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മുടെ ഇക്വേഷൻ്റെ അകത്ത് താഴെ 2 into R cube എന്ന് പറയുന്ന ഒരു ടേം ഉണ്ടായിരുന്നു. 2 into R cube എന്ന് പറയുന്ന ആ ടേമിന് പകരമായിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. B is equal to μ0 into IA square, μ0 into IA square divided by 2 into X square plus A square all raised to 3/2. R ക്യൂബിന് പകരം നമ്മളിവിടെ X square plus A square all raised to 3/2 എന്ന് എഴുതും. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഒരു കോയിലിലൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ അതിനടുത്തുള്ള ഒരു പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കാണാനുള്ള ഇക്വേഷനാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. B is equal to μ0 into IA square divided by 2 into X square plus A square all raised to 3/2.
ഇനി നമ്മളിപ്പോൾ പറഞ്ഞതിൻ്റെ അത് ഒരു കോയിൽ മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്തിരുന്നത്. ഒരു കോയിൽ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. ആ n ടേൺസ് ഉള്ള കോയിൽസ് ആണ് ഉള്ളതെങ്കിൽ ആ കോയിലിൽ n ടേൺസ് ഉണ്ടെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഈ ഇക്വേഷൻ്റെ അകത്ത് ഇൻറ്റു ഒരു n എന്ന് പറയുന്ന ടേമും കൂടെ വരും. ഇവിടെ ഒരു n എന്ന് പറയുന്ന ക്യാപിറ്റൽ n ടേൺസ് ആണ് കോയിലുള്ളതെങ്കിൽ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി B is equal to μ0 into NIA square divided by 2 into x square plus a square all raised to 3/2 നമുക്ക് ലഭിക്കും. B is equal to μ0 into NIA square divided by 2 into x square plus a square all raised to 3/2. അപ്പം ഒരു ടേൺ മാത്രമേ ഉള്ളെങ്കിൽ μ0 into IA square divided by 2 into x square plus a square all raised to 3/2 ലഭിക്കും. n ടേൺസ് ഉണ്ടെങ്കിൽ ഈ ഇക്വേഷൻ്റെ അകത്ത് ഇൻറ്റു n എന്ന് പറയുന്ന ഒരു ടേം കൂടി വരും. ഇനി വേരിയേഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് വിത്ത് ഡിസ്റ്റൻസ് ആർ ഷോൺ ഇൻ ഫിഗർ. ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ വേരിയേഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നോക്കുക, ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ വാല്യൂ നോക്കുക. ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ വാല്യൂ കുറയുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതാണ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് വേരിയേഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് വിത്ത് ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസിനനുസരിച്ച് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വേരിയേഷൻ കാണിക്കുന്ന ഒരു ഗ്രാഫാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇനി ഇതിന് സ്പെഷ്യൽ കേസുകൾ കൂടിയുണ്ട്. അറ്റ് ദ സെൻറ്റർ ഓഫ് ദ ലൂപ്പ് x is equal to 0. നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റ് ആ ലൂപ്പിൻ്റെ സെൻറ്ററിലാണെങ്കിൽ x is equal to 0 എന്ന് പറഞ്ഞാൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റ് ലൂപ്പിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് O ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ O എന്ന് പറയുന്ന പോയിന്റിലാണ് ഇരിക്കുന്നതെങ്കിൽ അവിടെ എക്സിൻ്റെ വാല്യൂ 0 ആയിരിക്കും. അങ്ങനെയെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കാണാനുള്ള ഇക്വേഷനാണ് μ0 into NIA square divided by 2AQ എന്ന് വരും. അതായത് എക്സിൻ്റെ ടേം ഈ ഇക്വേഷൻ്റെ അകത്ത് ഡിവൈഡഡ് ബൈ എക്സിൻ്റെ ടേം വന്നിരിക്കുന്ന ആ ടേം 0 ആയിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് 2 into AQ എന്ന് നമുക്ക് ലഭിക്കും. ഇവിടെ നമുക്ക് ഇതാണ് നമ്മുടെ ഇക്വേഷൻ. x square plus a square, ഇതിനകത്ത് എക്സ് എന്ന് പറയുന്ന ഈ ടേം നമുക്ക് 0 ആയിപ്പോയി കഴിഞ്ഞാൽ 2 into a square all raised to 3/2 നമുക്ക് ലഭിക്കും. a square all raised to 3/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 2 into ക്യാൻസൽ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും AQ എന്ന് ലഭിക്കും. μ0 NIA square divided by 2. ഇതിൻ്റെ അകത്ത് നമുക്ക് ക്യാൻസൽ ചെയ്യാം അല്ലേ. മുകളിലൊരു a square ഉണ്ട്, താഴെ ഒരു AQ ഉണ്ട്. നമുക്ക് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് μ0 NI divided by 2 എന്ന് ലഭിക്കും. μ0 NI divided by 2 എന്ന് ലഭിക്കും. ഇനി അടുത്ത കേസിൽ ഇഫ് ദ ഡിസ്റ്റൻസ് x is very large, അതായത് എക്സ് എന്ന് പറയുന്ന നമ്മൾ കൺസിഡർ ചെയ്യുന്ന പി എന്ന് പറയുന്ന പോയിന്റ് വളരെ വലുതാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ എയെക്കാട്ടിലും വളരെ കൂടുതലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന കോയിലിൻ്റെ റേഡിയസിനെക്കാട്ടിലും ഒരുപാട് വലുതാണ് എക്സ് എന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് എക്സ് സ്ക്വയർ ഈസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് എന്ന് പറയുന്ന വാല്യൂ എയേക്കാൾ വളരെ കൂടുതലാണെങ്കിൽ എക്സ് സ്ക്വയർ എന്ന് പറയുന്ന വാല്യൂ എ സ്ക്വയറിനേക്കാളും വളരെ കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം ബി ഈസ് ഈക്വൽ ടു നമുക്ക് അവിടെ എ സ്ക്വയർ എന്ന് പറയുന്ന ടേമിനെ നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റും. എ സ്ക്വയർ വളരെ കുറവും എക്സ് വളരെ കൂടുതലുമാണെങ്കിൽ ഇക്വേഷൻ്റെ അകത്തെ എ സ്ക്വയർ എന്ന് പറയുന്ന ടേമിനെ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുന്നു. ദെയർഫോർ ബി ഈസ് ഈക്വൽ ടു μ0 NIA square ഡിവൈഡഡ് ബൈ താഴെയുള്ള ടേമിൻ്റെ അകത്ത് എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ടേം നമുക്ക് ലഭിക്കും. ബാക്കി എ സ്ക്വയർ എന്ന് പറയുന്ന ടേം നമ്മൾ ക്യാൻസൽ ചെയ്യും. ബി ഈസ് ഈക്വൽ ടു μ0 NIA square ഡിവൈഡഡ് ബൈ 2x square നമുക്ക് ലഭിക്കും. ഇത്രയാണ് ബയോട്ട്-സവാർട്ട് ലോയുടെ ആപ്ലിക്കേഷൻ. ഒരു സർക്കുലർ കോയിലിലൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ അതിനടുത്തുള്ള ഒരു പോയിന്റിൽ അനുഭവപ്പെടുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കാനാണ് ഈ ലോയുടെ ഈ ആപ്ലിക്കേഷൻ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ആദ്യം ഫിഗർ വരയ്ക്കുക. ഫിഗർ വരച്ചതിന് ശേഷം എക്സ്പ്ലനേഷൻ അത് വരുന്ന ആ ഇക്വേഷൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഡിറൈവ് ചെയ്ത് നോക്കണം. അതിൻ്റെ അത് ക്യാൻസൽ ചെയ്യാനുള്ള ടേമുകളുണ്ട്. അത് എഴുതി കഴിയുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് ക്ലിയർ ആവും. അത് വീണ്ടും എഴുതിയതിന് ശേഷം ഒരിക്കൽ കൂടി വീഡിയോ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. താങ്ക് യു.